അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു മാധ്യമ പ്രവർത്തക തന്റെ അഭിപ്രായം പറഞ്ഞതിന് ക്രൂരമായി വേട്ടയാടപ്പെടുന്നു. ഹിന്ദുമത തീവ്രവാദം ഒരു രാജ്യത്ത് എത്രമാത്രം വേരൂന്നിയെന്ന് ഈ ഒരൊറ്റ പ്രവൃത്തിയോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പ്രതികരിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തകയുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുകയാണ് ഹിന്ദു തീവ്രവാദികൾ ഇവിടെ ചെയ്യുന്നത്. മതഭ്രാന്തിന്റെ പേരിൽ കോടിക്കണക്കിന് ആൾക്കാരെ ബാക്ടീരിയ തിങ്ങി നിറഞ്ഞ മലിനജലത്തിൽ കുളിപ്പിക്കുകയും ഭക്തജന തിരക്ക് മൂലം നിരവധി പേർ മരണപ്പെടുകയും ചെയ്ത മഹാകുംഭമേളക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാറിനെ ക്രൂരമായി വേട്ടയാടുന്നത്. മതത്തിന്റെ പേരിൽ നടക്കുന്ന മര്യാദഘട്ട നടപടിയെ വിമർശിക്കാൻ പോലും ഒരാൾക്ക് അധികാരമില്ലാത്ത ഒരു നാടായി നമ്മുടെ ഭാരതം മാറിയിരിക്കുന്നു. മുസ്ലിം മത വിഭാഗത്തിനെ ജിഹാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ജയിലിലടക്കുകയും ഹിറ്റ്ലർ ചിന്താഗതിയോടെ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഹിന്ദു തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ് സ്വന്തം മതത്തിന്റെ തിന്മകളെ ഒരാൾ വിരൽ ചൂണ്ടിയപ്പോൾ ആ വിരൽ മുറിച്ചു മാറ്റാൻ ഒരുമ്പെട്ടിറങ്ങുന്നത്. കുംഭമേളയിൽ മലയാളികൾ പങ്കെടുത്തതിനെ പറ്റി സിന്ധു സൂര്യകുമാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ BJP അനുഭാവികൾ അവർക്കെതിരെയുള്ള ആയുധമാക്കി ഉപയോഗിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ ചുക്കാൻ പിടിക്കുന്നവരിൽ ഒരാളായ രാജീവ് ചന്ദ്രശേഖർ അമരക്കാരനായിരിക്കുന്ന ഏഷ്യാനെറ്റ് ചാനലിൽ BJPയുടെ അന്ധവിശ്വാസത്തിനെതിരെ ഒരു സ്ത്രീ പ്രതികരിച്ചതാണ് പൊറുക്കാൻ കഴിയാത്ത തെറ്റായത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിച്ച് രക്തം കുടിക്കാൻ കാത്തിരിക്കുന്ന മോദി സർക്കാരിന്റെ കടന്നുവരവോടുകൂടിയാണ് ഇന്ത്യയിൽ ഇത്രയും മതതീവ്രവാദം വളർന്നത്. മതമൈത്രി ഉണ്ടായിരുന്ന നാട്ടിൽ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും ഒരു പായയിൽ ഉണ്ടുറങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു നാട്ടിൽ ഹിന്ദുക്കളുടെ മനസ്സിൽ മതത്തിന്റെ വിഷവിത്തുകൾ പാകി കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മനുഷ്യനെ തമ്മിൽ തല്ലിക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ മാധ്യമ പ്രവർത്തകയുടെ നടപടിക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പിട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അത് ഇപ്രകാരമാണ്: മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ടൊരു പരിപാടി തങ്ങളെ വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഒട്ടേറെ മലയാളികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പരിപാടി മഹാകുംഭമേളയെ പരിഹസിക്കും വിധമെന്ന് തങ്ങൾക്ക് തോന്നിയെന്നാണ് അവർ അറിയിച്ചത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് വിശ്വാസികളിൽ എന്റെ കുടുംബവും ഉണ്ടായിരുന്നു. ഞാൻ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ തലപ്പത്തുള്ളവരുമാടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഇത്തരമൊരു ചടങ്ങിനെ കുറിച്ച് അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊരു മതത്തിലെയും പോലെ ഓരോ ഹിന്ദുവിനും അവരുടെ വിശ്വാസം പ്രധാനമാണ്. അത് ബഹുമാനിക്കപ്പെടണമെന്നും കേരളം ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നു. മനുഷ്യർക്ക് മതത്തിനെ പറ്റി അല്ല ബോധമുണ്ടാകേണ്ടത്, മനുഷ്യത്വത്തെ പറ്റിയാണ്. മതം ഏതുമായിക്കൊള്ളട്ടെ, തെറ്റു കണ്ടാൽ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുകയും അതിനെ അംഗീകരിക്കുകയും അഭിപ്രായ സ്വാതന്ത്ര്യവുമായി കരുതാനും കഴിയുന്ന ഒരു നാടാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനുഷ്യരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു മതത്തിനെയും മനുഷ്യനെയും അവഹേളിക്കേണ്ട കാര്യമില്ല. പക്ഷേ തെറ്റുകൾ തെറ്റാണ് എന്ന് പറയുന്നതിനെ കടിഞ്ഞാനിടുന്നത് വലിയ കഷ്ടമാണ്. മഹാകുംഭമേള അടക്കം ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തികളും കേമത്തരമാണെന്ന് വാദിക്കുന്ന BJPക്കാർക്ക് കേവലം ഒരു മാധ്യമ പ്രവർത്തകയുടെ നാവിനെ എങ്ങനെയാണ് ഭയമുണ്ടാകുന്നത്? മടിശീലയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് ചൊല്ല്. BJP സർക്കാർ സിന്ധു സൂര്യകുമാറിന്റെ നാവിന് കടിഞ്ഞാണിടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഓരോ കേരളീയന്റെയും മനസ്സിൽ ഉയർന്ന ചോദ്യങ്ങൾ തന്നെയാണ് സിന്ധു ആർജവത്തോടെ ചോദിച്ചത്. അതിന്റെ ശബ്ദം ഒരു പക്ഷേ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ അലയൊലികൾ ഉയർന്ന് കേൾക്കുക തന്നെ ചെയ്യും.